ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സെയിൻറ്റ് മേരീസ് ദുബായിലെ വേർഡ് മിനിസ്ട്രിയിലുള്ള അംഗങ്ങളെ നമ്മൾ പരിചയപ്പെടുകയായിരുന്നു. തുടർന്നും നമ്മൾ അവരെ ശ്രവിക്കാൻ പോകുന്നു. സോജൻ, എത്ര വർഷമായി ഈ പ്രവാസ ജീവിതത്തിലായിട്ട്? എന്തൊക്കെയാണ് ഇവിടുത്തെ ജീവിതാനുഭവങ്ങൾ? ഞാൻ 2007 ദുബൈയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ദുബൈയിലേക്ക് ആദ്യമായി 2007 വന്നെങ്കിലും ഉടനെ തന്നെ ഞാൻ ആഫ്രിക്കയിലേക്ക് ജോലി സംബന്ധമായിട്ട് 1 വർഷത്തോളം അവിടെയായിരുന്നു. 2008 മുതലാണ് ഇവിടെ തുടർച്ചയായ ഒരു റെഗുലറായിട്ട് സ്ഥിരതാമസമാക്കുന്നത്. കുടുംബമൊക്കെയുണ്ട്, എല്ലാവരുമായിട്ട്. എങ്ങനെയാണ് ഈ പ്രവാസ ജീവിതം, എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? പ്രവാസ ജീവിതം നമ്മളെ ആത്മീയമായിട്ട് നമ്മളെ വളർത്താൻ സാധിക്കുകയും അതുപോലെ തന്നെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, കാരണം ഇവിടെ നിലനിർത്തുവാനായിട്ട് പല ഘടകങ്ങളുണ്ട്, പല മാർഗങ്ങളുണ്ട്. നമുക്കറിയാം, മൺഡേ പ്രെയർ, ഈ സോണൽ ലെവലിലുള്ള ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ പ്രെയർ, പിന്നെ ഫാസ്റ്റിംഗ് ഫ്രൈഡേ, പിന്നെ എല്ലാ ദിവസവും നമുക്ക് ചർച്ച് കുർബാന, ഇതൊക്കെ നമ്മളെ തീർച്ചയായിട്ടും ആത്മീയമായിട്ട് വളർത്തുകയും ചെയ്യും. അതുപോലെ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മുടെ വേർഡ് മിനിസ്ട്രിയൊക്കെ നടത്തുന്ന LSS പോലുള്ളത്, ഇതൊക്കെ നമ്മളെ അടിക്കടി ഉയർത്തുകയാണ്. എങ്കിൽ പോലും നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി കിട്ടിയിരിക്കുന്ന കൈമാറിയ വിശ്വാസം മാതാപിതാക്കളിലൂടെ, നമ്മുടെ ഇടവക ചർച്ചിലൂടെയൊക്കെ അതുവഴിയൊക്കെ കിട്ടിയ വിശ്വാസമാണ് തീർത്തും അടിസ്ഥാനപരം. കാരണം ഇതിനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ വളർത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മൂത്ത സഹോദരിമാരുടെ 2 മക്കൾ വൈദികരായി. അവർ വില കൊടുത്തു. ഫാദർ ജേക്കബ് ചീരമ്പേലിയും ഫാദർ ജിനോ മൺമൂടും അവർ ചനാശ്ശേരി അതിരൂപതയുടെ കീഴിലെ 2 ഇടവകളിൽ ഇപ്പം സേവനമനുഷ്ഠിക്കുകയാണ്. നാട്ടിലും ശക്തമായി തന്നെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസത്തിന്റെ ചൈതന്യത്തിലായിരിക്കാം അടുത്തൊരു തലമുറ പോലും തീർച്ചയായിട്ടും വൈദിക വൃത്തിയിലോട്ടും എല്ലാം അവരൊക്കെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ അച്ചായൻ്റെ ആ പ്രാർത്ഥനാ ജീവിതം ഞാൻ പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ 3 മണിക്ക് എഴുന്നേറ്റ് 5 മണി വരെ, പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചുള്ള പ്രഭാത പ്രാർത്ഥനയും, പിന്നെ ആദ്യത്തെ കുർബാനയ്ക്ക് പോയി കുർബാനയിൽ സംബന്ധിക്കണമെന്നൊക്കെയുള്ള ആ ചിട്ടയായ ക്രമങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആത്മീയമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ ഭക്തരാകും. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തോണി പോലെ അടിയുലയുന്ന ഒന്നാണ്, സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം സോജൻ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇതുവരെ ദൈവകൃപയാൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വളരുവാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കുവാനും, ഇവിടെ നാട്ടിലാണെങ്കിൽ നമ്മൾ കൂടുതലും സോഷ്യൽ ആക്ടിവിറ്റീസാണ്. നമുക്ക് പറയാം, നാട്ടിൽ നമ്മൾ കൂടുതലും ലൗകിക അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും. ഇവിടെ നമുക്ക് കൂടുതലും നമുക്ക് ദൈവിക കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാനും അതിൽ വളരുവാനുമായിട്ടുള്ള നല്ല സാഹചര്യമുണ്ട്. കാരണം നമ്മളിവിടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് വളരെ വെൽ ഡിസൈൻഡാണ്. നമുക്കതിന് ശേഷം നമ്മുടെ ആത്മീയപരമായിട്ട് വളരുവാനായിട്ടുള്ള ധാരാളം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. പ്രവാസകാലത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ദൈവകൃപയാൽ. അടുത്ത ആളിലേക്ക്, ജസിമോള്, എത്ര വർഷമായി ഈ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്? 97 മുതൽ ഇവിടെയുണ്ട്. 99 മുതൽ മിനിസ്ട്രിയിൽ ജോലി കിട്ടി. അങ്ങനെ മിനിസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്, നഴ്സിംഗ് അഡ്മിനിലാണ്. ഞാനും മക്കളും തനിച്ചാണ് ഇവിടെ. അപ്പം കൂടുതലും ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എന്ന് പറയാം. കരിസ്മാറ്റിക് കൂട്ടായ്മയിലേക്ക്, സത്വയിലായിരുന്നു ഞങ്ങൾ അന്നേരം. സത്വ കൂട്ടായ്മയിലേക്ക് വന്നു തുടങ്ങി. അപ്പം വചനത്തിൽ, അപ്പോൾ അവിടെ ക്ലാസ്സുകൾ കാര്യങ്ങൾ അങ്ങനെ വചനത്തിൽ കൂടുതലും
ആഴാനുള്ള ആ ഒരു പ്രചോദനം ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഇഷ്ടമായിരുന്നു വചനം വായിക്കാനും അതിൻ്റെ പൊരുൾ അറിയാനും എല്ലാം. പിന്നെ ആത്മീയ ഗുരുവാണ് ഫാദർ ബെന്നി മുണ്ടനാട്ട്. അപ്പോൾ അച്ഛനാണെങ്കിലും എപ്പോൾ വിളിച്ചാലും ഉത്തരം തരും. അത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കാര്യങ്ങളാണെങ്കിലും ഒരു ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് ചോദിച്ചാൽ കൃത്യമായും പറഞ്ഞു തരാനായിട്ട് അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിനകത്തേക്ക് ഇറങ്ങാനും ആഴത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ മുൻപിലേക്ക് അതെ. ജീവിതത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരും പ്രവാസികളാണ് ഇവിടെ, എങ്ങനെയാണ് ഒരു വിറ്റ്നസ് ആവാൻ സാധിക്കുന്നത്? പിള്ളേരാണെങ്കിലും ഒത്തിരിയും ഡെയിലി വചനം വായിക്കും. പിന്നെ കൊന്തം മുടങ്ങാതെ ചൊല്ലുക എന്നല്ല, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ ജെറിക്കോ പ്രെയർ പോലെ വീടിനകത്തൂടെ ഞങ്ങൾ കൊന്തയൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കും. പിന്നെ ഇളയ കൊച്ചിനാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു 8 കൊന്തയൊക്കെ വരെ ഒരു ദിവസം ചൊല്ലും. എന്തൊരു കാര്യത്തിനും ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരിക്കും. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരുമിച്ചിരുന്ന് വചനം വായിച്ച് 3 പേർക്കും കിട്ടുന്ന മെസ്സേജ് ഷെയർ ചെയ്യും. മിക്കവാറും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരേ മെസ്സേജ് ആയിരിക്കും. പക്ഷേ കൂടുതലും മെസ്സേജ് എടുക്കാൻ കൂടുതലും ഇളയ മോനാണ് ചെയ്യുന്നത്. അപ്പോൾ അവനോട് പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി പറയും, മമ്മി നമുക്കൊന്ന് കുമ്പസാരിച്ചിട്ട് ചെയ്യാം എന്നുവെച്ചാൽ ആ ഒരു പറയാനുള്ള കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മെസ്സേജ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മമ്മി നമുക്ക് നാളെ രാവിലെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അപ്പം പള്ളിയിൽ പോയിട്ട് കുമ്പസാരിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ആ ഒരു പാപബോധം അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ളൊരു ചിന്തയും ഈ കുഞ്ഞുനാൾ മുതലേ. ഈ മകനൊരു ടീനേജറാണ്. അതെ, 16 വയസ്സ്. തീർച്ചയായിട്ടും അനേകം ടീനേജേഴ്സ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ചിന്തയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളിലുള്ള പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞൊരു അനുതാപ ശുശ്രൂഷയിലൂടെ കടന്നുപോയ ശേഷം എടുക്കാമെന്നൊക്കെ പറയുന്ന ഒരു ടീനേജ് മകൻ ഉള്ളനെ തീർച്ചയായിട്ടും അതിനെ വാർത്തു കൊണ്ടുവരാനായിട്ട് ജെസ്സിമോള് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അതിൻ്റെ ആത്മീയത അമ്മയിൽ നിന്ന് തന്നെയൊക്കെ തീർച്ചയായിട്ടും കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേരണാണെങ്കിലും പള്ളിയിൽ വരുന്നു. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗിസം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഉച്ചയാവും. ഉടനെ 6 മണിക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ്. 6 to 8 ആണ് നമ്മുടെ കൂട്ടായ്മ പ്രെയർ. അപ്പോൾ അതിനകത്ത് ഒരു മടിയില്ല. മറ്റൊരു കാര്യത്തിന് വേണ്ടിയോ ഒരു പാർക്കിൽ പോകണമെന്നോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ അതിനേക്കാൾ കൂടുതലും പ്രാർത്ഥനയിൽ തന്നെ. കുഞ്ഞെ എപ്പോഴും കണ്ട് ശീലിച്ച ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് എളുപ്പമുണ്ട്. ചെറുതായിരിക്കുമ്പോൾ തന്നെ അവൻ അത് ശീലിച്ചു. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉയർച്ച തന്നെയാണ് തീർച്ചയായിട്ടും ഈ പ്രവാസ ജീവിതം സമ്മാനിച്ചത്. തീർച്ചയായിട്ടും. അടുത്തായിട്ട് വർഗീസ് ബ്രദറിൻ്റെ പ്രവാസാനുഭവങ്ങളും കൂടെ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാനിവിടെ 2005 ദുബായിൽ വരുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ ഇൻ്റർനാഷണൽ സിറ്റിയിലാണ്. 2005 ആ കൂട്ടായ്മ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിലെ ആദ്യകാല മെമ്പറായിട്ട് എനിക്കതിൽ ജോയിൻ ചെയ്യാനും അവരുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. LSSൻ്റെ കോർ ടീം അംഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ സോണലുകളിലേക്ക് ഉള്ള പ്രീച്ചേഴ്സിനെ ഷെഡ്യൂൾ ചെയ്യും. ശ്രമകരമായൊരു പ്രവൃത്തിയാണ്. കാരണം 23 സോണലുകളുണ്ട്. അവർക്ക് 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ സെമിനാർ, ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ആഴ്ചകളിലും നമുക്ക് പ്രീച്ചേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമായിരുന്നു. ഇവരെ എല്ലാവരെയും കണ്ടെത്തി ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെയാണ് നമ്മൾ ഓരോ സോണൽ കൂട്ടായ്മകളിലേക്കും വിടുന്നത്. അതിലൂടെ അവർക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുവാനും ആഴത്തിൽ വളരുവാനും സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ ആഴ്ചകളിലും നമ്മൾ ഓരോ സെയിൻറ്റിനെ കുറിച്ചുള്ള ബുക്കുകൾ അത് നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രിൻ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ആഴ്ചയിൽ കൊടുക്കുന്ന വിഷയത്തിന് അനുയോജ്യമായ വിശുദ്ധരെ കണ്ടെത്തി അവരെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ അവരുമായി വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കൊടുത്തിരുന്നത്. ചേട്ടൻ അതിൻ്റെ ഇൻചാർജ് ആയിരുന്നായിരിക്കും വിശുദ്ധരെ കണ്ടെത്താനും കൂട്ടായിട്ടാണ് കണ്ടെത്തിയത്. മെറ്റീരിയൽ നമ്മൾ സംഘടിപ്പിച്ച് എല്ലാ സോണുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ.
അത് തീർച്ചയായിട്ടും ഒരു ശ്രമകരമായ ജോലി തന്നെയാണ്. കാര്യം നമ്മുടെ വിഷയത്തിനനുസരിച്ച് അതിനോട് അനുയോജ്യരായ അനുയോജ്യ വിശുദ്ധരെ കണ്ടെത്തുക. അതനുസരിച്ചുള്ള ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിൽ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒത്തിരി ഇവർക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ ധ്യാനം കൂടുമ്പോൾ ഇൻസ്റ്റൻ്റാണ് കാര്യങ്ങൾ. 5 ദിവസത്തിനകത്ത് ഇതങ്ങ് തീരും. പക്ഷേ അവിടെ അനുഭവങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും ആളുകൾ ധ്യാനങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ LSS എന്ന് പറയുന്നത് ഒരു ജീവിത ചര്യയാണ്, ലൈഫ് ഇൻ സ്പിരിറ്റ്, ആത്മീയതയിൽ ഉറച്ചൊരു ജീവിതം. അതനുസരിച്ച് വളരുവാൻ എല്ലാ ദിവസങ്ങളും ബൈബിൾ വായിക്കുവാനും അതിൽ ആഴത്തിൽ ചിന്തിക്കുവാനും അവർ നോട്ട് എഴുതും. ഇത് തുടങ്ങുന്നത് തന്നെ പിതാവായ ദൈവത്തിൻ്റെ കത്തെഴുതിക്കൊണ്ടാണ്. പിതാവെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വെളിപ്പെടുത്തി തരണം, അങ്ങുമായുള്ള ഒരു ആത്മീയബന്ധം. അങ്ങനെ അത്തരത്തിലൊരു കത്തെഴുതി കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇവർ ആഴത്തിൽ ചിന്തിച്ച് അവർക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ അവർ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് അടുത്ത ക്ലാസ്സുകളിൽ ഇത് ഷെയർ ചെയ്യുകയും അങ്ങനെ അത് കൂടുതൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് പഠിക്കുവാനൊരു സാഹചര്യം അവർക്ക് കിട്ടുന്നുണ്ട്. വേർഡ് മിനിസ്ട്രിയിൽ ഭാഗമായതിൻ്റെ ഒരു ചേട്ടന് സ്വന്തമായ ജീവിതത്തിൽ കിട്ടിയൊരു ഗുണം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാൻ, ഒരുപാട് പണ്ട് വചനം വളരെ കുറച്ച് വായിക്കുമായിരുന്നുള്ളൂ. ഒത്തിരി വായിക്കുവാനും ആഴത്തിൽ ധ്യാനിക്കുവാനും അതുപോലെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും ഒരു അവസരം എനിക്കിതുവഴി കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, പ്രവർത്തിക്കുക എന്ന ഒരു സംഭവത്തിലേക്ക് വന്നു. തീർച്ചയായും. അതുപോലെ തന്നെ LSS കൊണ്ട് ഒരു പ്രധാന നേട്ടം എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഗ്രൂപ്പിലുള്ള പലരും സാധാരണ ഒരു ജപമാല പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ത്രികാല സന്ധ്യ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നുള്ളൂ. അപ്പോൾ അത് ഷെയർ ചെയ്ത കാര്യം ഈ LSSലൂടെ അവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവവുമായൊരു ബന്ധം സ്ഥാപിക്കാൻ, വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ വളരെ സജീവമായി കൊണ്ടുപോകാനും അവർക്ക് വചനം വായിക്കുവാനുമുള്ളൊരു ആഗ്രഹം, പ്രചോദനം ഇതുവഴി ലഭിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് എനിക്ക് ഇതിലൂടെ തോന്നിയിട്ടുള്ളത്. ജീവിതത്തിന് ആവശ്യമായ ഒരു പരിശീലനം തന്നെ ഇതിലൂടെ തീർച്ചയായിട്ടും. വേർഡ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവം ചിലപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വേർഡ് മിനിസ്ട്രി എന്താണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നിയായിരിക്കാം. ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ? വചനം ആഴമായിട്ട് ഓരോ വ്യക്തികളിലേക്കും എത്തിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ, സമൂഹത്തിന് ഓരോ വ്യക്തികൾക്കും ആത്മീയമായിട്ട് വചനത്തിൽ കൂടുതൽ വളരാനായിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ശരിക്കും വേർഡ് മിനിസ്ട്രിയിൽ ഞങ്ങളിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വചനമനുസരിച്ച് സമൂഹത്തിലെ അല്ലെങ്കിൽ കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരെല്ലാവരും തന്നെ കൂടുതൽ വളരാൻ ആഴപ്പെടാനായിട്ട് എന്താണ് പ്രവർത്തനങ്ങൾ? ഞങ്ങൾ നമ്മുടെ ദുബായിൽ 23 സോണൽ കൂട്ടായ്മകളുണ്ട്. അപ്പം എല്ലാ കൂട്ടായ്മകളിലും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം വചനം പഠിച്ച് വന്ന് ഒരു ചെറിയ ക്വിസ് പോലെ നമ്മളതിനൊരു സംവിധാനം എല്ലാ കൂട്ടായ്മകളിലും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം പുതിയ നിയമം മുഴുവനും അങ്ങനെ എല്ലാവരും തന്നെ പഠിച്ചു കഴിഞ്ഞു. സങ്കീർത്തനങ്ങൾ കഴിഞ്ഞു, സുഭാഷിതങ്ങൾ കഴിഞ്ഞു, സഭാപ്രസംഗങ്ങൾ കഴിഞ്ഞു. ഇപ്പം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് ഓരോ വ്യക്തികളും കൂട്ടായ്മകൾ കടന്നു. ഈ 23 കൂട്ടായ്മകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 23 കൂട്ടായ്മകളിൽ എത്ര ആളുകൾ വീതം വരും ഓരോ കൂട്ടായ്മയിലും? പല കൂട്ടായ്മകളിലും ഏകദേശം 50-60 കുടുംബങ്ങൾ വീതം പങ്കെടുക്കുന്ന കൂട്ടായ്മകളാണുള്ളത്. മിക്ക കൂട്ടായ്മകളും തന്നെ. ചില കൂട്ടായ്മകളൊക്കെ അതിൽ കൂടുതലും ആളുകളുണ്ട്. ചില കൂട്ടായ്മകൾ ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. എന്നാലും ഏകദേശം എല്ലാ കൂട്ടായ്മകളിലും 30-35 വീതം ആളുകൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും വരുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ പറയായിരുന്നു ബൈബിൾ ക്വിസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ലാംഗ്വേജ് ബാരിയറൊക്കെ ഉണ്ടാവും? കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇന്ന് മലയാളത്തിലാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ? കുഞ്ഞുങ്ങൾ പലർക്കും മലയാളം അറിയില്ല, പറയാൻ മാത്രമേ അറിയൂ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ? ഒരുക്കിയിരിക്കുന്നത് 2 ഇതിലാണ്. കുഞ്ഞുങ്ങൾക്ക് വേറെ ഇംഗ്ലീഷിലും മറ്റുള്ളവർക്ക് മലയാളത്തിലും, അഡൾട്ട്സിന് വേണ്ടി മലയാളത്തിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ്? കോമ്പറ്റീഷൻ ബേസിലാണോ നിങ്ങളിത് ചെയ്യുന്നത്? ഓരോ കൂട്ടായ്മയിലും സമ്മാനം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം കൊടുക്കാറുണ്ട്, അഡൽസിന് വേറെ. കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ കൂട്ടായ്മ സ്വന്തമായി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ വേറൊരു സംവിധാനമാണ്? ഇല്ല, അത് വേർഡ് മിനിസ്ട്രിയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട്, അതായത് വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവുമാണ് നമ്മുടെ കൂട്ടായ്മകൾ നടക്കുന്നത്. അതിനനുസരിച്ചിട്ട് വ്യത്യസ്തമായ ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കി. ആരാണ് ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടെയാണോ ചോദ്യപേപ്പർ? ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ളവർ തന്നെ, ഞങ്ങൾ 3 പേരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേർഡ് മിനിസ്ട്രിയുടെ കോറിൽ 6 മെമ്പേഴ്സാണുള്ളത്. ഞങ്ങളെ കൂടാതെ
ഡൊമിനിക് ബ്രദറും ഇതിലൊരു ഭാഗമാണ്. ഈ ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അപരനിലേക്ക് വചനം എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്താണ് പ്രത്യേകമായിട്ടൊരു ഗുണം തോന്നുന്നത്? ഉത്തരം എഴുതുന്ന ആളെക്കാൾ ഉപരിയായിട്ട് ഈ വചനഭാഗങ്ങൾ നമ്മൾ ശരിക്കും ഹൃദയസ്ഥമാക്കാനും ഓർത്തിരിക്കാനും അതുപോലെ ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉദാഹരണത്തിന് അന്നത്തെ ദിവസം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വചനം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും കൊണ്ടുവരാനും ഒക്കെ വളരെ സഹായകരമാണ്. തീർച്ചയായിട്ടും വായിക്കുമ്പോഴേക്കും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും, ധ്യാനിക്കുകയും ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാൻ എളുപ്പമുണ്ട്. ഇനി ബൈബിൾ ക്വിസിന് നമ്മൾ ക്വിസ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ക്വസ്റ്റ്യൻസിൽ അവസാനം എല്ലാ ക്വിസിലും മസ്റ്റാണ് 5 ബൈബിൾ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കി എഴുതുക. അതാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പോൾ അവർ ആ ഭാഗം വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന 5 വചനങ്ങൾ അവരത് ഹൃദ്യസ്ഥമാക്കി ആ ക്വിസിൻ്റെ പേപ്പറിൽ അവർ എഴുതുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇപ്പം വർഷങ്ങളായിട്ട് പഠിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ് UAE തലത്തിലെ വചനാധിഷ്ഠിതമായിട്ടുള്ള പരിപാടികളിൽ UAE ദുബായ് പാരിഷിന് എല്ലാ വിഭാഗത്തിലും ഫസ്റ്റ് പ്രൈസ് കിട്ടി. എങ്ങനെ നോക്കിക്കാണുന്നത് ഇതിനെ? നമ്മൾ അത് CST അതിൻ്റെ ടോപ്പിക്കുകൾ അയച്ചു തരുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ കൂട്ടായ്മയിലും കൊടുത്ത് അവരോട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി നമ്മൾ അവർക്കൊരു പരീക്ഷ നടത്തും. അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ വന്ന് പങ്കെടുക്കുന്നു. നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷം ജൂണിലാണ് നടത്തിയത്. 5 കാറ്റഗറിയാണ്: കിഡ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ്, അഡൽട്സ്, ഫാമിലി. ഈ 5 കാറ്റഗറിയിലും വന്ന് അവർ പങ്കെടുത്ത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് 3 പ്ലേസ് കിട്ടിയവരെ നമ്മൾ എടുത്ത് അവരെ നമ്മളൊരു മെൻറ്ററിനെ ഏൽപ്പിക്കും. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കിഡ്സ് ഗ്രൂപ്പിലെ മെൻറ്ററായിട്ട് ഷേർലി ആയിരുന്നു. അതുപോലെ ജൂനിയേഴ്സിൽ മെൻറ്ററായിട്ട് അഞ്ജുവിനെ ഏൽപ്പിച്ചു. അഡൽട്സിനെയും സീനിയേഴ്സിനെയും ഒരു ജോസഫ് ബ്രദറിനെ ഏൽപ്പിച്ചു. ഫാമിലിയെ വത്സമ്മ. അങ്ങനെ പിന്നെ ആ മെൻറ്റേഴ്സ് അവരെ സ്വന്തമായിട്ട് കരുതി അവരെ എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രചോദനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ ഇൻ്റർ പാരിഷ് ലെവലിലുള്ള ബൈബിൾ ക്വിസിന് നമ്മുടെ ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയം 5 കാറ്റഗറിയിലും ഫസ്റ്റ് പ്രൈസ് മേടിച്ചുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നമ്മുടെ ദേവാലയത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതിൽ വേർഡ് മിനിസ്ട്രിയുടെ വലിയൊരു പങ്കുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും ഒരുക്കുന്നുണ്ട്, ഇത്രയും പേരെ വിളിക്കുന്നു, എക്സാം കൊടുക്കുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു, കണ്ടെത്തുന്നു. വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ പ്ലാനിങ് തുടങ്ങും. പ്ലാൻ ചെയ്യുകയും അതുപോലെ അവരെ ട്രെയിൻ ചെയ്യുകയും അതിന് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ കണ്ടെത്തി ട്രെയിൻ ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആണെങ്കിൽ നമുക്കതിൽ വിജയിക്കാം എന്നുള്ളൊരു വലിയ ഉദാഹരണമാണിത് അല്ലേ? അതും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ ഇത്രയും പേര് ആ ഒരു പാരിഷിൽ നിന്ന് പോകുന്നവർ തന്നെ എല്ലാ വിഭാഗത്തിലും ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കുക. അതിലുപരി നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും ഇതിനുവേണ്ടി പുറപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് സമർപ്പിച്ച് വളരെയധികം പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന പലപ്പോഴും വളരെയധികം സഹായകരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഇപ്രാവശ്യത്തെ ഈ ക്വിസിന് പോയപ്പോഴും ഈ ഗോൾഡൻ ജൂബിലി വർഷമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ദുബായ് ദേവാലയത്തിൻ്റെ മഹത്വം അവിടെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്വിസ് അവിടെ ഫ്യൂജറിലായിരുന്നു ക്വിസ് നടന്നത്. ആ സമയത്ത് ദുബായിലുള്ള എല്ലാ കരിസ്മാറ്റിക് കൂട്ടായ്മകളും ചെയിൻ പ്രയർ ചെയ്ത് ആ എല്ലാ കൂട്ടായ്മകളും ആ പ്രാർത്ഥനയിൽ കർത്താവിനോട് ഒരുമിച്ച് നമ്മുടെ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ മഹത്വം കാണത്തക്ക രീതിയിൽ 5 കാറ്റഗറിക്കും ഫസ്റ്റ് പ്രൈസ് മേടിച്ചുകൊണ്ട് നമ്മുടെ ദുബായിൽ തിരിച്ചു വന്നു. ഓ പ്രൈസ് ഗോഡ്. ഇവിടെ കേൾക്കുമായിരുന്നു വചനം പഠിച്ച് വചനത്തിൻ്റെ ഒരു പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിയപ്പോൾ ദേവാലയത്തിലുള്ള എല്ലാവരും തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ വിജയത്തിനായിട്ട് ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ചെന്ന് നമുക്കിന്ന് കാണാൻ പറ്റും. വീടുകളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ലോകത്തിൻ്റെ എന്തെങ്കിലും പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം പ്രാർത്ഥിക്കും. പക്ഷേ വചനത്തിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ ഇടവകയുടെ ശിരസ് ഉയർന്നു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനം തീർച്ചയായിട്ടും ദുബായ് പാരിഷ് അഭിനന്ദനം അറിയിക്കുന്നു. വേർഡ് മിനിസ്ട്രിയിലുള്ള ഓരോരുത്തരും ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഓരോരുത്തരും അഭിനന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറയായിരുന്നു വചനം പഠിക്കുന്നു, വചനത്തിൻ്റെ ക്വിസ് ഓരോ സോണിലും കൂട്ടായ്മകളിലും നടത്തുന്നു എന്ന്. ഇതിനെ കൂടാതെ ഇതിനെ കവിഞ്ഞ് എന്താണ് വേർഡ് മിനിസ്ട്രി ചെയ്യുന്നത്? ഇതിലുപരിയായിട്ട് ഞങ്ങൾ വചന ശുശ്രൂഷ ചെയ്യാനായിട്ട് അനേകം പേരെ ഒരുക്കുന്ന പല പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ്
ലൈഫ് ഇൻ സ്പിരിറ്റ് സെമിനാർ അല്ലെങ്കിൽ LSS എന്ന് പറയുന്ന ഒരു കാര്യം. അതിലൂടെ അനേകം വചനപ്രഘോഷകരെ ഒരുക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വചനത്തിൽ വളർന്നു വരുന്ന അനേകരെ ഒരുക്കിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 2012-13 ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത്. ആ ഒരു വർഷം ഏകദേശം 1 വർഷത്തോളം ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. അത് ഇന്നും ഞങ്ങൾ എല്ലാ വർഷവും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഒരു കൂട്ടായ്മയിൽ വന്ന് ഒരാഴ്ച പ്രാർത്ഥിച്ചു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ട്രെയിനിങ്ങിൽ കൂടെ ഒരു പരിശീലനത്തിൽ കൂടെ ആളുകളെ കടത്തിവിടുന്നു. അത് വളരെ നല്ല കാര്യം. വചനപ്രഘോഷണം എന്നതിലുപരിയായിട്ട് അത് ആ വചനത്തിൽ വളരാനായിട്ട് ഈ വ്യക്തികളെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ പങ്കെടുത്ത അനേകർ എന്ന് പൗലോസ് ഗലേഷ്യൻസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാൻ തക്ക വിധം ഇതിലൂടെ കടന്നുപോയ പലരും വളർന്നു വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ LSSലെ സെലക്ഷനും അതേപോലെ തന്നെ എന്തൊക്കെയാണ് വേർഡ് മിനിസ്റ്റർ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്? LSS എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻ സ്പിരിറ്റ് സെമിനാർ, അതായത് ആത്മാവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയാം. അതിനുള്ളൊരു പരിശീലന സമ്മേളനം എന്ന് പറയും. അവിടെ നമുക്കൊരു ക്രിസ്തു അനുഭവം പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാക്കിയെടുക്കുക, അവരെ വളർത്തുക, സ്ഥായിയായ ഘടകങ്ങളിലൂടെ, അതായത് കൗദാശിക ജീവിതത്തിലൂടെയൊക്കെ വളർത്തുക. അത് അവർ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കത്തക്ക രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-19 പറയുന്നത് പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുക. അപ്പം കുറച്ചുപേരെ നമ്മൾ ശിഷ്യപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് അവരാണ് മറ്റുള്ളവരെ ശിഷ്യപ്പെടുത്തേണ്ടത്. ഇത് 2 ഘട്ടമായിട്ടാണ് ഇതിനെ നമുക്ക് തിരിക്കാം. LSSന് ഒരു മെൻറ്ററെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ടീം ലീഡർ കാണും. ഇതുകൂടാതെ ഒരു പ്രീച്ചറെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. 2 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്കഷൻ, ഗ്രൂപ്പ് ചർച്ചയാണ്. അവിടെ ഭയങ്കര ഹീലിംഗ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുകയാണ്. കാരണം നമ്മൾ ഈ സപ്രസ് ചെയ്ത് കാര്യങ്ങൾ പലതും ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. തെറ്റായ ബോധ്യങ്ങളായിരിക്കാം, ശരിയായ ബോധ്യങ്ങളായിരിക്കാം. അത് പരസ്പരം കോൺഫിഡൻസിലെടുത്തിട്ട് ആ ടീം മെമ്പേഴ്സ് 8 മാക്സിമം 10 കൂടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊരു ഗ്രൂപ്പിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ബോധ്യം നമ്മൾ ഒരിക്കലും ഇത് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ വെക്കും, പുറത്തൊന്നും നമ്മൾ ആരും ഷെയർ ചെയ്യത്തൊന്നുമില്ല. ഇവിടെ നമ്മുടെ ബോധ്യങ്ങൾ പറയാം. ചിലപ്പം ചിലരുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു വ്യക്തിയുടെ സാക്ഷ്യമായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ സാക്ഷ്യം നമ്മുടെ അപ്പസ്തോല പ്രവർത്തനം 1:8 പറയുന്ന പോലെ നിങ്ങൾ സാക്ഷികളാകും. വചനം പറയണമെന്ന് പോലുമല്ല, നിങ്ങൾ സാക്ഷികളാകും എന്നാണ് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോം ബ്രദർ കോർഡിനേറ്റർ ആയിരുന്ന 2014 കാലഘട്ടത്തിൽ എന്നെ മെൻറ്ററായിട്ട് റഷീദിയ കൂട്ടായ്മയിലേക്ക് വിട്ട്, അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി കരാമ യൂണിറ്റിൽ ഇങ്ങനെ LSS പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ 11 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഒരു കുട്ടിയെയും കൂടെ, ഒരു മകളെയും കൂടെ തന്ന്, മകളുടെ പേര് ഇസബൽ. അത് നമ്മൾ വചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനം. അത് തീർത്തും പ്രവർത്തി മിറക്കിളാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് അതെനിക്കറിയാം ഞങ്ങൾക്കുണ്ടായ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ്. കാരണം 11 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നു. ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയാണ്. ഇതുപോലുള്ള സാക്ഷ്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് ഈ LSS കൂട്ടായ്മയിലൂടെ. അതോടൊപ്പം തന്നെ ഈ വചനം പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ 10 പേര് ചേർന്നിരുന്നുകൊണ്ട് ഇവർ ഏതെങ്കിലും വിശുദ്ധരെക്കുറിച്ചുള്ള പഠനങ്ങൾ, വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഴത്തിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കാനും, അത് പലരുടെയും ജീവിതങ്ങളെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. അന്നുവരെ കേൾക്കാത്തതും അറിയാത്തതുമായ സംഭവങ്ങൾ അറിയാനും അതനുസരിച്ച് സ്വന്തം ജീവിതങ്ങളെ ക്രമപ്പെടുത്താനും ഒരുപാട് പേരെ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ട് 4 ഘടകങ്ങളാണ്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ബേസിക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവമായിട്ടൊരു പിതാവിൻ്റെ സ്നേഹം, ക്രിസ്തു ഏകരക്ഷകൻ, അനുതാപം. രണ്ടാമത്തെ സ്റ്റേജ് അവരെ വളർത്തുന്ന ഒരു സ്റ്റേജാണ്, പ്രാക്ടിക്കൽ എന്ന് പറയാം. ആദ്യത്തെ തിയറി ആണെങ്കിൽ പ്രാക്ടിക്കൽ, വ്യക്തിപരമായ പ്രാർത്ഥന, അതുപോലെ തന്നെ വചനത്തിൽ ഒക്കെയുള്ള ഇത് നമ്മൾ ഈ 4 ഘടകങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. പ്രാർത്ഥന, വചനം, ഷെയറിങ്,
ടെസ്റ്റിമണി. ആദ്യത്തെ 2 നമ്മളും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ അതിനുശേഷമുള്ളത് മനുഷ്യരും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബലപ്പെടുത്തുന്നതാണ്. അതായത് പ്രാർത്ഥന തന്നെ നമുക്കറിയാം, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന, അതുപോലെ കമ്മ്യൂണിറ്റി പ്രെയർ, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ വചനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന മാത്രമല്ല, ബൈബിൾ സ്റ്റഡി, അതുപോലെ തന്നെ മെമ്മറൈസേഷൻ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ഇതിലൊക്കെ ഇവരെ ശക്തിപ്പെടുത്തുകയാണ്. അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷെയറിങ്ങിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് എന്താ, ദശാംശം കൊടുക്കുക, മണി മാത്രമല്ല, മറിച്ച് മണിയും കൊടുക്കണം. നമ്മുടെ സമയം, അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആ സ്നേഹം, ചാരിറ്റി, ഇവയൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് അവർ. അതുപോലെ തന്നെ ടെസ്റ്റിമണി, നമ്മൾ ഔട്ട്റീച്ചിലേക്ക് നമ്മുടെ ഫെയ്ത്ത് ഷെയർ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ, നമ്മൾ പ്രയറിലേക്ക് അവരെ ക്ഷണിക്കുന്നു. പിന്നെ ഓരോ കൂട്ടായ്മയിലുള്ള ഈ 8-10 പേരെന്ന് പറയുന്നത് അവർ തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള വലിയൊരു നല്ലൊരു ബോണ്ടിങ് വരും. കാരണം അവർ ഒന്നിച്ച് വരികയും കുറച്ച് ആഴ്ചകൾ അവർ ഒന്നിച്ചായിരിക്കുകയും ചെയ്യുന്നു. LSS കൂടാതെ, ഇപ്പോൾ LSSനെ പറ്റി പറയായിരുന്നു, ഇനി LSS കൂടാതെ വേർഡ് മിനിസ്ട്രി എന്തൊക്കെയാണ് ഈ ദുബായ് പാരിഷിലെന്ന് പറയാമോ? നമ്മൾ പന്തക്കുസ്തയ്ക്ക് ഒരുക്കമായിട്ട് നമ്മളെപ്പോഴും ഒരു 4 ആഴ്ചത്തെ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തി എല്ലാ കൂട്ടായ്മകൾക്കും ആ ഒരു ക്ലാസ്സിൽ കൊടുത്ത് അവരെ ഉണർത്തി, പിന്നെ അവസാനം മൺഡേ പ്രയറിലേക്ക് കടന്നു വന്നൊരു അഭിഷേക പ്രാർത്ഥനയും കൈവപ്പ് ശുശ്രൂഷയോടുകൂടി ആത്മാവിൽ കത്തി ജ്വലിപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ നമ്മൾ പന്തക്കുസ്ത അനുഭവം ഓരോ വ്യക്തികൾക്കും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചിട്ടപ്പെടുത്താറുണ്ട്. ഈ വർഷം ജൂബിലി വർഷമായതുകൊണ്ട് നമ്മൾ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കിയാണ് 3 ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തുന്നു. നമ്മൾ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തി നമ്മൾ അച്ഛൻ്റെ കൊടുക്കുന്നു. അച്ഛൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമാണ് നമ്മൾ സോണലിലേക്ക് അത് കൊണ്ടുപോകുന്നത്. ഇതുകൂടാതെ നമ്മൾ വചനത്തിൽ വളരാൻ ആഗ്രഹമുള്ളവർക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ വർഷം നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു മാണിപ്പറമ്പിൽ അച്ഛൻ്റെ 3 ദിവസത്തെ ഒരു ട്രെയിനിങ് ക്ലാസ് CSTയുടെ നേതൃത്വത്തിൽ നമ്മുടെ ദുബായ് പാരിഷിലുണ്ടായിരുന്നു. അതിന് 200ഓളം വ്യക്തികൾ വന്ന് പങ്കെടുത്ത് വചനത്തിൽ കൂടുതൽ ആഴപ്പെടാൻ അവർക്ക് സാധിച്ചു. ഇതുപോലെ മറ്റ് പ്രീച്ചേഴ്സിന് ലഭ്യമാകുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ പ്രീച്ചേഴ്സിന് ക്ലാസ്സുകളും മറ്റൊക്കെ ഒരുക്കാറുണ്ട്. വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തിന് ഇത്രയും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന അനേകരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതേപോലെ വചനത്തിനായി തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനും വചനത്തിനായി ദാഹിക്കാനും പ്രവർത്തിക്കാനും അനേകരെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ